ഹിരണ്യകശിപു കൊട്ടാരത്തിലെ കരിങ്കൽ തൂണിലേക്ക് വാൾ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, ഈ തൂണിലുണ്ടോ നിന്റെ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം? ഉണ്ടാവും. ഈ ലോകം മുഴുവൻ അദ്ദേഹമുണ്ട്. എങ്കിൽ കാണട്ടെ. ഹിരണ്യകശിപു തൂണിന് നേരെ വാൾ ആഞ്ഞു വീശി. പെട്ടെന്ന് അണ്ടകടാഹം നടുങ്ങുന്നത് പോലെ ഒരു അലർച്ച കേട്ടു. ആ തൂണ് രണ്ടായി പിളർന്നു. അതിനുള്ളിൽ നിന്ന് മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ഭീകര രൂപം പുറത്തു ചാടി. ശരീരം മുഴുവനും കൂർത്ത രോമങ്ങൾ, അനുനിമിഷം വളരുന്ന ഉടൽ, തങ്കത്തിൻ്റെ നിറമുള്ള തുറിച്ച ഭീകരമായ കണ്ണുകൾ, തോളിൽ കെട്ടുപിണഞ്ഞ രോമങ്ങൾ, ആകാശം മറയ്ക്കുന്ന വലിയ ഗുഹ പോലെയുള്ള വായു, ധാരാളമായ നീളമുള്ള നാവ്, തടപുതിഞ്ഞ സിംഹമുഖം, അരക്കെട്ടിന് താഴെ മനുഷ്യരൂപം, നരസിംഹം പോലെ. ഹിരണ്യകശിപു മാത്രമല്ല, കണ്ടുനിന്നവരൊക്കെ ഭയന്നു വിറച്ചു. ഹിരണ്യകശിപുവിന് മനസ്സിലായി, തൂണ് പിളർന്ന് തൻ്റെ മുന്നിലെത്തിയത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ. മനുഷ്യനോ ദേവനോ മൃഗമോ അല്ലാത്ത രൂപത്തിൽ. ഒരു നിമിഷം